ഹലോ ഹലോ ഹലോ. പ്രിയപ്പെട്ട പിതാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. മറ്റൊരു സായാഹ്നത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യും. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്ന ഒരു വിഷയം, നമ്മളെ ഫിറ്റ്നസിനെ കുറിച്ച് നമ്മൾ ഓരോ ദിവസമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ചിട്ട് നമ്മൾ ബോധവാന്മാരാകുന്നുണ്ട്. എന്നാൽ ഇന്നിവിടെ ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് പ്രത്യേകിച്ച് സീസണൽ ആയിട്ടുള്ള കുറേയധികം വൈറൽ ഫീവറുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്ന സമയവും, കാലാവസ്ഥ മൺസൂൺ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, മാത്രമല്ല നമ്മളെ കുട്ടികളുടെ സ്കൂൾ പഠനം ആരംഭിച്ചു. അപ്പോൾ എന്തുകൊണ്ടും ഇന്ന് ഒരു ചർച്ച രക്ഷിതാക്കൾ എന്ന നിലക്ക് നിങ്ങളോട് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. അതാരാണ്? നമ്മുടെ കുട്ടികൾ. അവരാണ് നമ്മുടെ നാളെയുടെ ലോകം എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന നമ്മൾ പലപ്പോഴും അവരുടെ വർത്തമാന കാലത്തെ ആരോഗ്യത്തെക്കുറിച്ച് മറന്നു പോകാറുണ്ട്. അതാണ് ഞാൻ കുറച്ച് എൻ്റെ ചിന്തകൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം ഒരു ചെറിയൊരു കഥയിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. പണ്ട് ഒരു ധനികനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതിമനോഹരമായി പാടുന്ന ഒരു പക്ഷിയെ കിട്ടി. രാജാവ് അതിനായിട്ട് തങ്കം കൊണ്ട് ഒരു വലിയ ആ, കൂട് പണിതു. ദിവസവും ഏറ്റവും വില കൂടിയ വജ്രങ്ങളും മുത്തുകളും ആ കൂട്ടിൽ അലങ്കാരമായിട്ട് വെക്കുകയുണ്ടായി. മികച്ച പട്ടുതുണികൾ വാങ്ങിയിട്ട് കൂട് മൂടി. പക്ഷെ പക്ഷിക്കുള്ള ഭക്ഷണമായിട്ട് നൽകിയത് വെറും കൃത്രിമമായി ഉപയോഗിക്കുന്ന കളറുകൾ അടിച്ചിട്ടുള്ള മിഠായികളും വില കൂടിയ ഫാസ്റ്റ് ഫുഡുകളായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പക്ഷി പാടാന് ശബ്ദമില്ലാതായി. അതിൻ്റെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു, തളർന്നു വീണു. രാജാവ് ആകെ വിഷമിച്ചു. സത്യത്തിൽ രാജാവ് ആത്മാർത്ഥമായിട്ട് ചെയ്തതാണ്. രാജാവ് ആകെ വിഷമിച്ചു. അപ്പോഴാണ് രാജാവിൻ്റെ മന്ത്രി പറഞ്ഞത്, പ്രഭു, നിങ്ങൾ നൽകിയ സ്വർണ്ണക്കൂടോ വജ്രങ്ങളോ അല്ല ആ പക്ഷിക്ക് വേണ്ടത്. അതിന് പ്രകൃതിദത്തമായ ആഹാരവും സ്വതന്ത്രമായി പറക്കാനുള്ള ഒരു ആകാശമാണ് അതിന് വേണ്ടി. ഇവിടെ ഈ കഥയിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലായത്? നമ്മുടെ മക്കള്, കുട്ടികള് ഈ പക്ഷിയെ പോലെ തന്നെയാണ്. അവർക്ക് നമ്മൾ വില കൂടിയ ഗാഡ്ജറ്റുകളോ വീടുകളോ ഫോണ് ടാബ്ലറ്റ് ഇതൊക്കെ വാങ്ങിക്കൊടുക്കുന്ന ആൾക്കാരായിരിക്കാം നമ്മൾ. ഒന്നും തെറ്റല്ല. എന്നാൽ അവർക്ക് ശരിക്കും വേണ്ടത് എന്താ? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിക്കണം. ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം, പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള കളികളുമാണ് അവർക്ക് ഇപ്പൊ നിലവിൽ ആവശ്യം. ആണോ അല്ലേ? നിങ്ങൾ പറയും. ഇത് സത്യത്തിൽ നമ്മളെ മക്കളുടെ വളർച്ച എന്ന് പറയുന്നത് ഒരു കെട്ടിടം നിർമ്മിക്കുന്നത് പോലെയാണ്. നമ്മളൊരു വീട് നിർമ്മിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്തിലാണ്? നിങ്ങൾ പറയും, അതിന്റെ ഫൗണ്ടേഷനിൽ. അത് ബലമുള്ളതാവണ്ടേ, അത് ഏറ്റവും കൂടുതൽ സ്ട്രെങ്തൻ ആവണ്ടേ. തറ തറക്കല്ല് ഉറപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര നില വേണമെന്നുണ്ടെങ്കിലും വേണമെങ്കിൽ പണിയാൻ പറ്റും. ഏത് കൊടുങ്കാറ്റ് വന്നാലും ഭൂകമ്പം വന്നാലും അതിനെ ബ്രേക്ക് ചെയ്യാതെ നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും, ഫൗണ്ടേഷൻ ഓക്കെ ആണെങ്കിൽ. എന്നാൽ തറക്കല്ല് എവിടെയാണ് നിൽക്കുന്നത്? മണലിലാണ് നിൽക്കുന്നത്. മുകളിൽ എത്ര സ്വർണം പൂശിയാലും ആ കെട്ടിടം എപ്പോൾ വേണമെങ്കിലും തകരാൻ സാധ്യതയുണ്ട്. കാരണം മണലിലാണ് ഏം, നേരെ നിൽക്കുന്നത്. അതിന്റെ ഫൗണ്ടേഷൻ റെഡി ആയിട്ടില്ല. വീട് അടിപൊളിയാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, കുട്ടിക്കാലത്ത് നമ്മളെ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള, അപ്പോൾ അവർക്ക് കൊളസ്ട്രോളോ ഷുഗറോ കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. വയസ്സായ ആൾക്കാരെ പോലെ അല്ലെങ്കിൽ പ്രായം ചെന്ന ആൾക്കാരെ പോലെ നമ്മളെ പോലെ ഒബീസ് ആയിട്ടുള്ള ആൾക്കാരെ പോലെ ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നാൽ ആരോഗ്യകരമായിട്ടുള്ള സംരക്ഷണം, പോഷകാഹാരം, ശാരീരിക വ്യായാമം, ഇതാണ് ആ മക്കളുടെ തറക്കല്ലി എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഇതിൽ പ്രോട്ടീന്, ഫൈബർ, വിറ്റാമിൻസ് അടങ്ങിയിട്ടുള്ള സിമെന്റുകളും കമ്പിയും ഇതിൽ ഇടകലർത്തണം. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ മക്കളുടെ ആരോഗ്യം മോശമായി കഴിഞ്ഞാൽ മുതിർന്ന ആളുകളായി മാറുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന അസ്വസ്ഥതകൾ, നമ്മുടെ ചുറ്റുപാടുണ്ടാവുന്ന അസ്വസ്ഥതകൾ അവരെയും ഫേസ് ചെയ്യും. അപ്പോ ധാരാളം പണമോ ജോലിയോ എന്തുണ്ടായിട്ടും കാര്യമില്ല, ആസ്വദിക്കാൻ കഴിയില്ല. നമ്മുടെ മക്കളുടെ നിലവിലെ സാഹചര്യത്തിൽ
കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്താണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി. ഇന്നത്തെ ഫാസ്റ്റ് ലൈഫിൽ നമ്മുടെ ഭക്ഷണശീലം നമ്മളെ ഭക്ഷണശീലം തന്നെയാണ് കുട്ടികൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതലാണ്. എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള മൈദ, ബേക്കറി പലഹാരങ്ങൾ, പൊറോട്ട, ബ്രെഡ്, നൂഡിൽസ്, പാസ്ത, ഇനി ഇഷ്ടം പോലെ പേരുകളുണ്ട്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. കൃത്രിമ മധുരങ്ങൾ അടങ്ങിയിട്ടുള്ള കളറുകൾ, പാക്കറ്റ് ജ്യൂസുകൾ, പ്രോസസ് ഫുഡുകൾ, കാർബണേറ്റ് ഫുഡ്സുകൾ, ചിപ്സുകൾ, ഫ്രഞ്ച് റൈസ്, പിന്നെ ധാരാളമായിട്ട് ഉപ്പും എണ്ണയും അടങ്ങിയിട്ടുള്ള പാക്കറ്റ് ഫുഡുകൾ. എന്നാൽ സങ്കടകരമായ കാര്യം, നമ്മൾ ഭക്ഷണത്തിൽ പച്ചക്കറികളോ പ്രോട്ടീനോ നേരെ കുറവ് തന്നെയാണ് അവർക്ക് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ മക്കളുടെ കറികളിലും അവർ കഴിക്കുന്ന സമയത്ത് അതിൽ ആവശ്യത്തിനനുസരിച്ച് അവർക്ക് കിട്ടുന്നില്ല. മീന്, മുട്ട, ചിക്കന്, പരിപ്പ് വർഗ്ഗങ്ങൾ, ഇതൊക്കെ പ്രോട്ടീനാണല്ലോ. ഈ ഭക്ഷണങ്ങൾ അവർക്ക് കിട്ടുന്നില്ല. ഞാനിത് എൻ്റെ അനുഭവത്തിലാണ് പറയുന്നത്. ഇതിന്റെ പ്രത്യാഘാതം എന്താണ് ഉണ്ടാവുക നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഈ ഭക്ഷണ രീതി നമ്മളെ മക്കള്, നമ്മളെ കുട്ടികൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒബീസായി മാറും. ക്ഷീണം സംഭവിക്കും, ശ്രദ്ധക്കുറവ് സംഭവിക്കും, വിറ്റാമിൻ്റെ കുറവുകൾ ഉണ്ടാവും, അവരെ പഠനത്തിലെ ഗ്രാഹ്യശേഷി കുറയും, പ്രതിരോധ ശേഷി അവർക്ക് കുറയും. നിങ്ങൾ ആലോചിക്കൂ, രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 3, 3:30, 4, 5 മണി വരെയൊക്കെ നമ്മളെ മക്കൾ ഇരിക്കുന്നുണ്ടെങ്കിൽ സ്കൂളിൽ ഇരിക്കുന്നില്ലേ? അപ്പോൾ നമ്മളെ ഈ കുട്ടികൾക്ക് എനർജി ലെവൽ കുറയുന്നുണ്ട്, അവര് ക്ഷീണിതരായി മാറും. അപ്പൊ ഇതിനെ നമ്മൾ ഓവർകം ചെയ്യാൻ പറ്റണം. അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികളിൽ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുന്ന ഭക്ഷണങ്ങൾ, ടിഫിനുകൾ ശരിയാക്കി എടുക്കുക. അവർ ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് നിർബന്ധമാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ മക്കളെ ഒരു കാരണവശാലും ഒഴിവാക്കരുത്. നമ്പർ 1. രാവിലെ സ്കൂളിൽ പോകാനുള്ള ധൃതിയിൽ പല കുട്ടികളും പ്രഭാത ഭക്ഷണം കൃത്രിമമായിട്ട് കഴിക്കാറില്ല, കൃത്യമായിട്ട് കഴിക്കില്ല. ഇതെന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ പകൽ സമയത്ത് അവരുടെ ഊർജവും എനർജിയും ഇമ്മ്യൂണിറ്റിയും കുറയും, പഠനത്തിൽ ഫോക്കസ് അവർക്ക് കുറയും, എപ്പോഴും ക്ഷീണിതരായിട്ടിരിക്കും. അപ്പൊ ഇതിനെന്താ ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ ആവശ്യം. അവരുടെ ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് അഥവാ ഉദാഹരണം ചപ്പാത്തി, ചോറൊക്കെ കൊടുക്കുന്ന സമയത്ത് തന്നെ പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. ഇന്ന് നമ്മുടെ കേരളത്തിലെ സമയത്തോളം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ഏതൊക്കെയാണ്? ഒന്ന് മുട്ട, മറ്റൊന്ന് മീന്, പരിപ്പ്. വെജ് ആയിട്ടുള്ള ആൾക്കാർക്കും നോൺ വെജ് ആയിട്ടുള്ള ആൾക്കാർക്കും പ്രോട്ടീൻ കണ്ടന്റ് ഇങ്ങനെയുള്ള ഫുഡുകളുണ്ട്. നല്ല കൊഴുപ്പുകൾ, നെയ്യ്, തേങ്ങ. പിന്നെ വിറ്റാമിൻസുകളില്ലേ, പച്ചക്കറികൾ, പഴങ്ങൾ. ഇതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുത്ത് നമ്മൾ അവർക്ക് ടിഫിനിലാക്കി കൊടുക്കണം. ഇനി അല്ലെങ്കിൽ അവർ കഴിക്കൂല, നമ്മളോട് ചോദിച്ച് അവർ കഴിക്കൂല ഒരിക്കലും. പിന്നെന്താ വേണ്ടേ? ഹൈഡ്രേഷൻ പ്രോപ്പർ ആക്കണം. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളിൽ, സ്റ്റുഡൻസിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കാനാണ് അവർ ഹൈഡ്രേറ്റ് ആവുന്നില്ല. ഡീഹൈഡ്രേഷൻ നന്നായിട്ട് സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലല്ലേ എന്ന് വിചാരിച്ച് എന്തിനാണ് വെള്ളം കുടിക്കുന്നത് തോന്നലാണ്. നമ്മളെ വലിയ ആളുകൾക്കും മുതിർന്നവർക്കും ഈ ചിന്ത ഉണ്ടായിരുന്നു. മക്കളും അതുപോലെ ആകുന്നുണ്ട്. കുട്ടികൾ ദിവസവും കൃത്യമായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. സ്കൂളിൽ കൊടുത്തു വിടുന്ന വാട്ടർ ബോട്ടിൽ കാലിയാക്കിയിട്ടാണ് അവർ തിരിച്ചു വരുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇനി വീട്ടിൽ പോയി കഴിഞ്ഞാലും ചില സമയങ്ങളിൽ അവർക്ക് നമ്മൾ ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും. ഒരു പക്ഷെ നമ്മൾ അവരെ ഇഷ്ടം കൊണ്ടാണ്. ഐസ്ക്രീം വേണം അച്ഛ, ഐസ്ക്രീം വേണം മമ്മി എന്നൊക്കെ പറയുന്ന സമയം സ്വാഭാവികമായിട്ട് നമ്മൾ വാങ്ങിക്കൊടുക്കും. ഈ മോശം ശീലങ്ങൾ നമ്മളെ മക്കളെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. നമ്മൾ കുട്ടികളെ നിർബന്ധിച്ചോ വഴക്ക് പറഞ്ഞിട്ടോ അല്ല ഈ ഭക്ഷണശീലങ്ങളൊക്കെ മാറ്റിയെടുക്കേണ്ടത്. അതിനായി ചില എന്താ പറയുക, സ്മാർട്ടായിട്ടുള്ള വഴികൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, പരീക്ഷിക്കണം. ആരോഗ്യകരമായിട്ടുള്ള ടിസ്റ്റിങ് നമ്മൾ അവരിൽ, അതായത് ഹെൽത്തി സബ്സ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ആരോഗ്യകരമായ രീതിയിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നൽകണം. ബേക്കറിയിൽ കേക്കിന് പകരം വീട്ടിൽ ഗോതമ്പ് പൊടിയും ശർക്കരയും ചേർത്ത് ഹെൽത്തി കേക്കുകൾ ഉണ്ടാക്കണം. മൈദ നൂഡിൽസിന് പകരം എന്തൊക്കെ ഉണ്ടാക്കാം നമുക്ക്? ഒന്നാലോചിച്ചേക്ക്. ധാരാളം പച്ചക്കറികൾ ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. കടയിലൊക്കെ പോകുന്ന സമയത്ത് അവരെ നമ്മൾ കൂടെ കൊണ്ടുപോകുക. കളർ ജ്യൂസുകൾക്ക് പകരം വീട്ടിലടിച്ച ഫ്രഷ് ജ്യൂസുകൾ, കരിക്കിൻ വെള്ളതൊക്കെ നൽകുക. ലഞ്ച് ബോക്സ് മാക്സിമം ആകർഷകമാക്കി മാറ്റാൻ ശ്രമിക്കുക. അട്രാക്റ്റീവ് ലഞ്ച് ബോക്സ് ആക്കി മാറ്റുക. അപ്പോൾ സ്വാഭാവികമായിട്ടും സീയിങ് ഈസ് ബിലീവിങ് എന്നാണ് കുട്ടികളുടെ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞാൽ. അവരോട് കുറെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ കാണുന്നതാണ് വിശ്വസിക്കുക.
പലപ്പോഴും ഭക്ഷണത്തോട് താല്പര്യം അവർക്ക് ഉണ്ടാവുക തന്നെ നിരന്തരമായിട്ട് ഈ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്താണ്. ചപ്പാത്തി വെറുതെ നമ്മൾ കൊടുക്കാതെ അതിൽ പച്ചക്കറികളും അതേപോലെ മുട്ട, ചിക്കന്, പിന്നെ പനീർ, പിന്നെ അതൊക്കെ റോൾ ചെയ്തിട്ട് ഫ്രാങ്കി ആയിട്ടുള്ള രൂപത്തിൽ നമുക്ക് നൽകാൻ പറ്റും. കളർഫുൾ ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ ആണെന്നുണ്ടെങ്കിലോ ക്യാരറ്റ്, ബീട്രൂട്ട്, കുക്കുംബർ പല ഷോപ്പുകളിൽ നമ്മൾ ഇങ്ങനെ മുറിച്ച് സാലഡ് ആയിട്ട് നമ്മൾ ഇങ്ങനെ കാണാറുണ്ട്. ഞാൻ പലപ്പോഴും മുംബൈയിലൊക്കെ പോകുന്ന സമയത്ത് കാണാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇനി വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനോ കുറേശ്ശെ ആയിട്ട്, അല്ലേ? ഇനി അതിനെന്ത് ചെയ്യണം? നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അവരെ നിങ്ങൾ കൊണ്ടുപോകണം. അപ്പൊ എന്നിട്ട് അവര് കാണിക്കണം. എന്നിട്ട് അവർക്ക് തന്നെ ഒരു തോന്നൽ വരും, ഞാൻ വാങ്ങുന്ന സാധനങ്ങൾ തന്നെയാണ് എനിക്ക് ഭക്ഷണമായിട്ട് കിട്ടുന്നത് എന്നുള്ള. അപ്പൊ ഒരു ടെൻഡൻസി വരും. മനസ്സിലാവുണ്ടോ? ഭക്ഷണത്തിന്റെ ആഹാരങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അവബോധം കഥകളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും അവർക്ക് പറഞ്ഞ് മനസ്സിലായ മക്കൾ ഇത് കഴിക്കാനട്ട, ഇത് നല്ലതിനാണ് എന്നൊക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇപ്പോ നമുക്ക് എത്ര സീരിയസ് ഉണ്ട്. പലപ്പോഴും അൺവാണ്ടഡ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ വായേക്ക് വെക്കുന്ന സമയത്ത് എത്ര പാനിക് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഞാൻ വെയിറ്റ് കൂടുമല്ലോ, എന്റെ ഫാറ്റ് അധികരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ മക്കൾക്ക് അങ്ങനെ ഒരു ബുദ്ധി ഇല്ല. നമ്മൾ അവരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം. പിന്നെ മാത്രമല്ല, അവർക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന രീതികൾ മാറ്റണം. അതിന് ആദ്യം നമ്മൾ റോൾ മോഡലാണ്. ബി എ റോൾ മോഡൽ. മുതിർന്നവർ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതെ പ്രോസസ് ഫുഡുകളൊക്കെ വാങ്ങി സോഫ്റ്റ് ഡ്രിങ്ക്സും ഇപ്പം അതേപോലെ ഫാസ്റ്റ് ഫുഡൊക്കെ വാങ്ങിയിട്ട് കഴിക്കുന്ന സമയത്ത് കുട്ടികളോട് കഞ്ഞിയും പയറും കഴിക്കാൻ പറഞ്ഞാൽ അവർ കഴിക്കുമോ? ഒരിക്കലും ഇല്ല. ആദ്യം വരേണ്ടത് മാതാപിതാക്കൾക്കാണ്. ഇപ്പൊ നമ്മളെ വീട്ടില് നമ്മൾ ചിന്തിക്കേണ്ടി വെച്ചാൽ നമ്മൾ രക്ഷിതാക്കൾ നിലക്ക് കുറെ ആൾക്കാർ അവബോധ ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരൊക്കെ കുറേ മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളും ആ രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്ത് നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യും നമ്മുടെ മക്കൾ. സ്വാഭാവികമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന രീതി നമ്മളെ കുട്ടികളായി മാറും. ഒരു ഉദാഹരണം, നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് കുറയുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ഒറിജിനൽ ചാർജർ കുത്തി അതിന്റെ കൃത്യമായി ചാർജ് ചെയ്യും. വ്യാജ ചാർജർ വെച്ചിട്ട് ആ ഫോൺ കേടാക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെയാണ് നമ്മളെ കുട്ടികൾ. അവരുടെ ശരീരവും പ്രകൃതിദത്തമായ നല്ല ഭക്ഷണങ്ങൾ കൊടുത്തിട്ട് അവരെ പോഷിപ്പിക്കണം. അപ്പൊ നമ്മളെ മക്കളെ ഒറിജിനൽ ചാർജറാക്കി മാറ്റാൻ പറ്റും. ഈ പാക്കറ്റ് ഭക്ഷണങ്ങളും വ്യാജ പ്രോസസ് ഫുഡുകളൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്തോ വ്യാജ ചാർജറാണ്. കുട്ടിക്കാലത്ത് ഈ ഒരു ഡെപ്പോസിറ്റ് ആണ് അവരെ ആയുസിന്റെ കാലമായിട്ട് നിശ്ചയിക്കുന്നത്. മാത്രമല്ല അവരുടെ ഹെൽത്തിനെ നിയന്ത്രിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മക്കളുടെ പ്രധാന വില്ലൻ ഭക്ഷണക്രമമാണ്, ഫാസ്റ്റ് ഫുഡുകളാണ്. നമ്മൾ ബേക്കറി പലഹാരങ്ങൾ, കാർബോണേറ്റ് ഫുഡുകൾ, സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വീട്ടിൽ കൊണ്ടുവരികയും ചെയ്യരുത്. എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ പുറത്ത് പോകുന്ന സമയത്ത് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യുക, പിന്നെ അവരെ മാറ്റി നിർത്തുക. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, മുളപ്പിച്ച ധാന്യങ്ങൾ, പാല്, മുട്ട എന്നിവയൊക്കെ ഭക്ഷണത്തിൽ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കളും നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരും കഴിക്കും. അത് നമ്മളെ മക്കളിലെ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാക്കും. ശാരീരിക വ്യായാമം നമ്മളും ചെയ്യും, നമ്മളെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. രാവിലെകളിലൊക്കെ മോർണിംഗ് എക്സസൈസുകളിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫാമിലി ആയിട്ട് ചെയ്യുന്ന ആൾക്കാരെ കണ്ടില്ലേ? മക്കള്, ഭാര്യ, കുട്ടികൾ, ഹസ്ബൻഡ്. ഇതിന്റെ ഒരു ഗുണം എന്താ? അവരും നമ്മളുമായിട്ട് സിങ്ക് ആവും. മൊബൈൽ അഡിക്ഷൻ നിർബന്ധമായിട്ട് മാറ്റണം. നമ്മുടെ മക്കളുടെ അമിതമായിട്ടുള്ള ഫോണിന്റെ ഉപയോഗം നല്ല സ്കൂളിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അൺവാണ്ടഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളെ കാഴ്ചശക്തി പരിമിതപ്പെടാനും മസ്തിഷ്കം പൂർണ്ണമായിട്ട് വളർച്ച ഒരു കുറക്കാനും ഇതേപോലെ ഇൻട്രോവേർട്ട് ആയിട്ട് മാറാനും അതേപോലെ പൊണ്ണത്തടി ഒബീസൊക്കെ ആയി മാറാനൊക്കെ കാരണമായി മാറും. ദിവസം കുറഞ്ഞത് ഒരു മണിക്കൂർ മാത്രം അവർക്ക് കൊടുത്താൽ മതിയാവും. കുറച്ചു നേരം അവരിനി പഠിക്കുക കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ബാക്കി കാര്യങ്ങളിൽ അവരെ കൂടുതൽ എൻജോയ്മെന്റിലേക്ക് കൊണ്ടുവരിക. ഓടുകയും ചാടുകയും ചെയ്യുക. നിങ്ങളും കൂടെ കൂടുക. സ്വാഭാവികമായിട്ടും അവരെ അസ്ഥികളും പേശികളും ശക്തമാവും. ആരോഗ്യം എന്ത് കഴിഞ്ഞാല് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളെ വെറും എന്തല്ല ശാരീരികക്ഷമത മാത്രമല്ല, മറിച്ച് നമ്മളെ ഫുഡുകളും നമ്മൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. ആ രീതിയിൽ നമ്മളെ മക്കളെ നമ്മൾ നല്ല രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ നല്ല ഫിറ്റായി, സ്ലിമ്മായി, ബ്യൂട്ടിയായി നല്ലൊരു ശില്പമായി മാറും.
ഒരു ശില്പി ഒരു വലിയ പാറക്കല്ലിനെ നോക്കി ദിവസങ്ങളോളം ചിന്തയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ചിന്തിച്ചിങ്ങനെ നിൽക്കുകയാണ്. സുഹൃത്ത് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ശില്പി പറഞ്ഞു, ഈ കല്ലിനുള്ളിൽ മനോഹരമായ ഒരു കൃഷ്ണ വിഗ്രഹത്തെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ അപ്പൊ അദ്ദേഹം ചുറ്റുമുള്ള ഭാഗങ്ങൾ ഉള്ളി കൊണ്ട് ഇങ്ങനെ ചെത്താൻ ഇങ്ങനെ പോവാണ് കേട്ടോ. ദിവസങ്ങൾക്ക് ശേഷം ആ പാറ മനോഹരമായ ഒരു വിഗ്രഹമായി മാറി. ആ സുഹൃത്ത് ഇത് കണ്ട സമയത്ത് ചോദിച്ചു, ഇതിന്റെ ഉള്ളിൽ ഇത്രയും നല്ലൊരു കൃഷ്ണ വിഗ്രഹം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടികളും ആ പാറക്കല്ല് പോലെയാണ്. അവർ ഒളിഞ്ഞിരിക്കുന്ന ഹെൽത്തി ബോഡി, ഫിറ്റ് ആയിട്ടുള്ള ബോഡി, മിടുക്കനായിട്ടുള്ള ഒരു വ്യക്തി, അതിനെ പുറത്തെടുക്കേണ്ടത് ആരാണ്? മാതാപിതാക്കളാണ്, അധ്യാപകരാണ്. അവരുടെ മോശം ശീലങ്ങൾ, ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ സ്നേഹത്തോടെ നമ്മൾ എന്ത് ചെയ്യണം? ചെത്തി മാറ്റണം. നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും നൽകുന്ന വലിയ സമ്മാനം എന്ന് പറഞ്ഞാൽ കുറേ വസ്തുക്കളോ കളിപ്പാട്ടങ്ങളോ അല്ല, മറിച്ച് അവരുടെ ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധയാണ്. നമ്മളിപ്പോ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അതേപോലെ നമ്മുടെ മക്കളെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. എന്താ ആഗ്രഹം ഉണ്ടെങ്കിലും അവരൊന്ന് വാങ്ങിക്കൊടുക്കുക എന്നതല്ല, ഇത് എത്രത്തോളം എൻ്റെ കുട്ടിക്ക് അനുകൂലമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടാവണം. ശരി, റെഡിയാണ് നിങ്ങളല്ലേ? ആരോഗ്യപരമായിട്ടുള്ള ഒരു ശരീരം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു നല്ല ഒരു ലൈഫ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ വിലപ്പെട്ട വാക്കുകളാണ് എനിക്ക് കേൾക്കേണ്ടത്. ഇത്ര ദിവസം നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോയത്, എത്രത്തോളം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്.